മലയാറ്റൂർ എന്ന പേരുള്ള ഒരു ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിൽ കുറേ രസകരമായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവർക്കൊരു ഘട്ടത്തിൽ ഒന്ന് തമിഴ്നാട് വരെ ട്രാവൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ ആ ട്രാവലിനിടയിൽ നടക്കുന്ന കാര്യങ്ങളും ബാക്കി അതിന് മുമ്പ് നടന്ന ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ച കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നോൺ ലീനിയർ ആയിട്ട് ഡാർക്ക് കോമഡി പ്ലസ് ത്രില്ലർ മൂഡിലാണ് ധീരൻ എന്നുള്ള സിനിമ വരുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സ്, അത് അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ, അതാണ് ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇതിൽ ജഗദീഷ്, പിന്നെ സുധീഷും അശോകനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളുണ്ട്. ഈ സീനുകൾ നല്ല രീതിയിൽ തിയേറ്ററിൽ ചിരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊരു സ്ട്രോങ് ആയിട്ടുള്ള വില്ലനും വരുന്നുണ്ട്. പിന്നെ നമ്മൾ വിനീത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടറിലാണ് നമ്മൾ ഈ പടത്തിൽ കാണുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാം നൈസായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. രാജേഷ് മാധവൻ പടത്തിന് പറ്റിയ ഹീറോയാണ്. പുള്ളിയുടെ കോമിക് ടൈമിങ്സ്, പിന്നെ ഇതിലൊരു ആക്ഷൻ ആ രീതിയിലും വരുന്നുണ്ട്. പിന്നെ ഇമോഷൻ എല്ലാം വർക്കാണ്. പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിട്ടും ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു എഫക്റ്റിൽ വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ട ഒരു പോരായ്മ എന്ന് പറയുന്നത്. ഇതൊരു വലിയ പോരായ്മയല്ല, പക്ഷെ എന്നാൽ പോലും നല്ല രീതിയിൽ ആ ഒരു ക്ലൈമാക്സും കൂടി അങ്ങനെ വന്നിരുന്നെങ്കിൽ ഈ സിനിമ ഒരു നല്ല എൻ്റർടൈൻമെൻ്റ് ആയി മാറിയാണ്. അതുകൊണ്ട് തന്നെ ഒരു എബോ ആവറേജ് ഫീലാണ് ഈ സിനിമ തരുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വിന്നർ. കാരണം 2-2.25 മണിക്കൂർ എവിടെയും ബോറടിപ്പിക്കാണ്ട് കുറേ കോമിക് സീനുകളൊക്കെ ആയിട്ട് നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് പടം. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എബോ ആവറേജ് ആണെങ്കിലും ഇറ്റ്സ് എ വിന്നർ.